നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പൊതുവെ ഇറങ്ങി കയറിയിരുന്ന എപ്പോഴും ട്രോളുകൾ വാങ്ങുന്ന നടന്മാർ ചെയ്ത ചില മികച്ച സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് ടൈഗർ ഷെറൂഫാണ്. നമുക്കറിയാം, പൊതുവെ ടൈഗർ ഷെറൂഫിന്റെ ഒട്ടുമിക്ക സിനിമകളും ചരിത്രമാവാറും, പക്ഷെ അത് ബോംബായിട്ടായിരിക്കും എന്ന് മാത്രം. അങ്ങനെ നിലവിൽ ഒരു പാൻ ഇന്ത്യൻ ബോംബ് സ്റ്റാറാണ് ടൈഗർ ഷെറൂഫ്. 200 കോടി ബഡ്ജറ്റിൽ വന്ന് 13 കോടി നേടിയ ഗൺപത്ത് എന്ന സിനിമയിലൂടെയാണ് ടൈഗർ ഷെറൂഫ് പാൻ ഇന്ത്യൻ ബോംബ് സ്റ്റാർ ആയത്. നമ്മൾ ഇതെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടൈഗർ ഷെറൂഫിന് ഹൃതിക് റോഷനെ പോലെ ബോളിവുഡിൽ വലിയൊരു സ്റ്റാർ ആവണമെന്ന് വളരെ വലിയൊരു ആഗ്രഹമാണ്. ടൈഗർ ഷെറൂഫ് ഇതിനായി ചെറുപ്പം മുതലേ ഡാൻസിങ് പഠിച്ചിട്ടുണ്ട്, സ്റ്റണ്ടിങ് പഠിച്ചിട്ടുണ്ട്, ബോഡി ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ടിങ് മാത്രം പഠിച്ചില്ല. ഇതുകൊണ്ട് ടൈഗർ ഷെറൂഫ് എത്രയൊക്കെ സ്റ്റണ്ട് ചെയ്തിട്ടും സിനിമ ഫ്ലോപ്പ് ആവാറാണ് പതിവ്. ടൈഗർ ഷെറൂഫ് പൊതുവെ സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഫുള്ളി ആക്ഷൻ സിനിമയായിരിക്കും. ചാടി ചവിട്ടാൻ പറ്റിയ, പറന്ന് കളിക്കാൻ പറ്റിയ സിനിമകൾ. അല്ലാതെയുള്ള റോള് ടൈഗർ ഷെറൂഫ് അങ്ങനെ എടുക്കാറില്ല. എങ്കിലും ടൈഗർ ഷെറൂഫ് ചില മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സിനിമയാണ് വാർ എന്ന സിനിമ. വാർ എന്ന സിനിമയിൽ ടൈഗർ ഷെറൂഫും ഹൃതിക് റോഷനുമായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ്. സിദ്ധാർത്ഥ് ആനന്ദ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. ഇവരുടെ പൈ യൂണിവേഴ്സിൽ പെട്ട ഒരു സിനിമയാണ്. 170 കോടിയായിരുന്നു ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ ബോക്സ് ഓഫീസിൽ 400 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ടൈഗർ ഷെറൂഫിന്റെ മറ്റ് സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സിനിമയിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ആദ്യം പോസിറ്റീവായും പിന്നീട് നെഗറ്റീവായും രണ്ട് രീതിയിലും മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഇനി വാർ 2 വരുന്നു. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ സിദ്ധാർത്ഥ് ആനന്ദ് അല്ല, ബ്രഹ്മാസ്ത്ര സിനിമ ഡയറക്ട് ചെയ്ത ആര്യൻ മുഖർജിയാണ്. ഈ ഒരു സിനിമയിൽ ഹൃതിക് റോഷനും ജൂനിയർ NTRുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ടൈഗർ ഷെറൂഫിന്റെ മറ്റൊരു സിനിമയാണ് ബാഗി 1 എന്ന സിനിമ. ബാഗി 1 എന്ന സിനിമ ഒരു ഫുള്ളി ആക്ഷൻ സിനിമയാണ്. സിനിമയിലെ ഭൂരിഭാഗം സീനും കേരളത്തിലാണ് ഷൂട്ട് ചെയ്തത്. ഈ ഒരു സിനിമയിൽ മികച്ച പാട്ടുകളുമുണ്ട്. ഈ ഒരു സിനിമയിലെ ഈ ഒരു പാട്ട് 1 ബില്യൺ മേലെ വ്യൂസ് നേടും. സിനിമയുടെ സ്റ്റോറി നോക്കിയാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു നോർമൽ സ്റ്റോറിയാണ്. സിനിമയിലെ നായകൻ കേരളത്തിലേക്ക് വരുന്നു. കളരി പഠിക്കാനാണ് വരുന്നത്. നായകന് വരുന്നത് ഒരു കത്തും കൊണ്ടാണ്. ഈ ഒരു മാസ്റ്റർ ടൈഗർ ഷെറൂഫിന്റെ അച്ഛന്റെ ക്യാരക്ടറിന്റെ ഒപ്പം ആർമിയിൽ ഉണ്ടായിരുന്നതാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു കത്ത് വായിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ നിന്നേ പോയിട്ടുണ്ടാവും. ഇതെന്റെ മഹാവടക്കായ ഒരു മകനാണ്. നീ ഇവനെ നന്നായി നോക്കണം എന്നാണ് എഴുതിയത്. മാസ്റ്റർ എങ്ങനെയൊക്കെയോ ഈ ഒരു ക്യാരക്ടറെ നന്നാക്കി എടുക്കും. പിന്നീട് അവിടെ വെച്ച് ഹീറോയിനെ കണ്ടിഷ്ടമാവും. ഹീറോയിനെ വില്ലൻ തട്ടിക്കൊണ്ടുപോകുന്നു. നായകൻ രക്ഷിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു നോർമൽ സ്റ്റോറിയാണ്. എങ്കിലും ടൈഗർ ഷെറൂഫ് അഭിനയിച്ചതിൽ വെച്ച് അല്പം ബെറ്ററായ സിനിമകൾ ഈ 2 സിനിമകളാണ്. ഈ 2 സിനിമ ഒഴികെ ടൈഗർ ഷെറൂഫിന്റെ ഒട്ടുമിക്ക സിനിമയും എയറിലാണ്. ബാഗി 2 എന്ന സിനിമയും ഇത് വലിയൊരു കുഴപ്പമില്ല. മോളെ തട്ടിക്കൊണ്ടുപോകുന്ന മറ്റൊരു സ്റ്റോറിയാണ്. ബാഗി 3 ഉണ്ട്. ഇത് മൊത്തത്തിൽ എയറിലാണ്. ചേട്ടനെയായിരുന്നു ഈ ഒരു സിനിമയിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. ബാഗി 4 വരുന്നുണ്ട്. ഈ വർഷമാണ്. ഇതിന്റെ സ്റ്റോറിയും ആരെയോ തട്ടിക്കൊണ്ടു പോകുന്നതാണ്. ആരാണെന്ന് കൺഫേം ആയിട്ടില്ല. അടുത്തത് അർജുൻ കപൂറാണ്. ബോളിവുഡിലെ അർജുൻ കപൂർ എന്ന നടൻ ആക്ടിങ്ങിന്റെ പേരിൽ വലിയ രീതിയിൽ എയറിലായിട്ടും 2019 പാനിപ്പത്ത് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഇതൊരു വാർ സിനിമയായിരുന്നു. സഞ്ജയ് ദത്തും അർജുൻ കപൂറുമായിരുന്നു ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. 100 കോടിക്കടുത്ത് ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ 50 കോടിയിൽ താഴെയാണ് കളക്ഷൻ നേടിയത്. സിനിമ വലിയ രീതിയിൽ ഫ്ലോപ്പായി മാറി. ഇതിന്റെ മെയിൻ കാരണങ്ങളിൽ ഒന്നായി പറയുന്ന ഒരു കാര്യമാണ് അർജുൻ കപൂറിന്റെ കാസ്റ്റിംഗ്. ഈ ഒരു സിനിമയ്ക്ക് ഒട്ടും തന്നെ ഇദ്ദേഹം മാച്ച് ആയിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ഈ ഒരു സിനിമയിലെ ഒരു മോട്ടിവേഷൻ സീൻ മൊത്തമായി എയറിലാക്കി മാറ്റി. അഭിനയത്തിന്റെ കാര്യത്തിൽ പലതവണ എയറിലായിട്ടുണ്ടെങ്കിലും ഇദ്ദേഹവും ചില സിനിമകളിൽ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഓറൻസേവ്, ഇഫക്ട്സ് ആദ് തുടങ്ങിയ സിനിമകളിൽ ഇദ്ദേഹത്തിന് ആക്ടിംഗ് വൈസിൽ മികച്ച അഭിപ്രായം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ബാലയ്യാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നോൺ ഗ്രാവിറ്റി ആയിട്ടുള്ള ഇത്തരം ഫൈറ്റുകളും സീനുകളും എടുക്കുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയാണ്. ഇതില്ലാതെ തെലുങ്ക് ഓഡിയൻസിന് പറ്റില്ല. ഇങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ നായകനായിട്ടുള്ളത് നമ്മുടെ ബാലയ്യാണ്. ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തു വരെ റിയാക്ഷൻ വീഡിയോസിലും ട്രോളുകളിലൂടെയും മൊത്തത്തിൽ എയറിലാകുന്ന മെയിൻ നടനാണ് ബാലയ്യ. ട്രോളുകളിലൂടെയാണ് ബാലയ്യ കേരളത്തിലടക്കം നോർത്ത് ഇന്ത്യയിലും ഫേമസ് ആയത്. ബാലയ്യക്ക് ഒരുപാട് ഹേറ്റേഴ്സും. ഇതിന്റെ പ്രധാന കാരണം ബാലയ്യ തന്നെയാണ്. സിനിമയിലെ ട്രോളുകളല്ലാതെ റിയൽ ലൈഫിലും ബാലയ്യ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സൈക്കോ സൂപ്പർ സ്റ്റാർ എന്നും ബാലയ്യക്ക് ഒരു വിളിപ്പേരും. ഒരു പടത്തിന് 25 കോടിയാണ് ബാലയ്യയുടെ സാലറി. ബാലയ്യ പൊതുവെ ഒരു ആംഗ്രി മാൻ ആണ്. ഇതുകൊണ്ട് തന്നെ തൊടുന്നതെല്ലാം വിവാദമാണ്. തെലുങ്കിലെ തന്നെ വലിയൊരു സൂപ്പർ സ്റ്റാറായ NTRന്റെ മകനാണ് നമ്മുടെ ബാലയ്യ. പലരും കരുതിയിരിക്കുന്നത് NTRന്റെ മകൻ ജൂനിയർ NTR ആണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. NTRന് മൊത്തം 12 മക്കളും. ഇതിലൊന്നാണ് ബാലയ്യ. ജൂനിയർ NTRന്റെ കൊച്ചുമക്കളിൽ ഒരാളാണ്. ജൂനിയർ NTR എന്ന് വിളിക്കുന്നത് NTRുമായി ചെറിയൊരു മാച്ചിങ്ങും അഭിനയത്തിന്റെ കാര്യത്തിലും ഇദ്ദേഹത്തിന്റെ ചില കഴിവുകൾ കിട്ടിയിട്ടുണ്ട്. ജൂനിയർ NTRന്റെ പേര് വളർത്താൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വല്യപ്പനായ ബാലയ്യ പേര് കളയാൻ നോക്കുന്നു എന്നാണ് പറയാറുള്ളത്.
തത്തക്കാലൻ എന്ന സിനിമയിലൂടെയാണ് ബാലയ്യ കടന്നു വരുന്നത്. പടങ്ങൾ ഹിറ്റാവും തോറും ബാലയ്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൂടി വന്നിട്ടുണ്ട്. ദേഷ്യം വന്നാൽ ബാലയ്യ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റും. ഒരു ആരാധകൻ അങ്കിൾ എന്ന് വിളിച്ചപ്പോൾ ആരാധകന്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഒരു പൊതുപരിപാടിയിൽ ആരാധകരെ വെറുതെ തെറി പറഞ്ഞിട്ടുണ്ട്. ഇവരാരും തന്നെ ബാലയ്യക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. മാത്രവുമല്ല സ്വയം കുറ്റമേറ്റിട്ടുണ്ട്. ഒരിക്കൽ ഫാൻ തിരിഞ്ഞു പോയപ്പോൾ ബാലയ്യയുടെ വിഗ് പറന്നുപോയി. ഇത് കണ്ട് ചിരിച്ചുപോയ അസിസ്റ്റന്റ് ഡയറക്ടറെ ബാലയ്യ തല്ലാൻ പോയിട്ടു. 2018 ജയ്സിംഹ എന്ന സിനിമയുടെ സെറ്റ് ഷൂ പോളിഷ് ചെയ്ത വ്യക്തിയെ വെറുതെ ഷൂ വെച്ച് തന്നെ തലക്കടിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് വൈകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ബാലയ്യ പറഞ്ഞത്. ഇവരാരും തന്നെ ബാലയ്യക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. ആരെയും ബാലയ്യ വകവെക്കാറില്ല. 2004 ഒരു പ്രൊഡ്യൂസറെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെയും ബാലയ്യ വെടിവെച്ചിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമായി. ബാലയ്യ തന്നെ കൊല്ലാൻ നോക്കിയെന്ന് പ്രൊഡ്യൂസർ ആദ്യം ന്യൂസ് ചാനലിനോട് പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞത് വെടിവെച്ചത് ആരാണെന്ന് അറിയില്ല എന്ന്. തെളിവുകളില്ലാത്തതുകൊണ്ട് ബാലയ്യ അറസ്റ്റ് ചെയ്തില്ല. പിന്നീട് പ്രൊഡ്യൂസർ പറഞ്ഞു താൻ ബാലയ്യയുടെ വലിയൊരു ഫാനാണെന്ന്. എല്ലാം ബാലയ്യ കാശ് കൊടുത്തു ഒതുക്കി. ഇതൊന്നും പോരാഞ്ഞ് ബാലയ്യ കമന്റുകൾ പഠിക്കാറും. ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ബാലയ്യ പറഞ്ഞ കമന്റാണ് AR റഹ്മാൻ ഇവൻ ഏതാ, ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്റെ അച്ഛൻ NTRന്റെ കാലിന്റെ നഖത്തിന് സമമാണെന്നാണ് ബാലയ്യ പറഞ്ഞത്. ഇതുമൂലം ഒരുപാട് ആളുകൾ ബാലയ്യ തെറി പറഞ്ഞു. ബാലയ്യ മൊത്തത്തിൽ എയറിലായിരുന്നു. ബാലയ്യ ഒന്നും നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത വെറുതെ ഇരിക്കുന്ന AR റഹ്മാനെയാണ് ബാലയ്യ ഇങ്ങനെ പറഞ്ഞത്. ബാലയ്യ വലിയ രീതിയിൽ എയറിലായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ബാലയ്യക്ക് പ്രശ്നമായിരുന്നില്ല. ഇതുപോലെ വേൾഡ് ഫേമസ് ആയ ജെയിംസ് കാമറോണിനെ പറ്റിയും ബാലയ്യ കമന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജെയിംസ് കാമറോണിന്റെ പോലെ 10 കൊല്ലം എടുത്തല്ല ഒരു പടം പിടിക്കുന്നത്, ഞാൻ അടുപ്പിച്ച് പടമെടുത്ത് പൈസ ഉണ്ടാക്കുമെന്നാണ് ബാലയ്യ പറഞ്ഞത്. ഇതും ബാലയ്യ എയറിലാക്കി. ജനിച്ചിട്ടിന്നെ വരെ ജെയിംസ് കാമറോണിന് ബാലയ്യ ആരാണെന്ന് തന്നെ അറിയില്ല. പക്ഷെ ഇതൊന്നും ബാലയ്ക്ക് പ്രശ്നമല്ല. ബാലയ്യ ഒരു MLA കൂടിയാണ്. എന്തിന് സ്വന്തം പാർട്ടിയെ വരെ ബാലയ്യ ഇടയ്ക്ക് തെറി പറയാറുണ്ട്. ബാലയ്ക്ക് അടുത്ത കാലത്ത് പത്മഭൂഷൺ വരെ കിട്ടിയിരുന്നു. നിങ്ങൾ വിചാരിക്കും പത്മഭൂഷൺ ലിജൻഡറി ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതല്ലേ, പത്മഭൂഷൺ ഒരു വിലയില്ലേ? എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം ചോദിച്ച വില കൊടുത്തു തന്നെയാണ് ബാലയ്യ അത് വാങ്ങി. അങ്ങനെ എല്ലാം ഉണ്ട് ബാലയ്യ, ചില കാര്യങ്ങളില്ല. സിനിമയുടെ കാര്യം നോക്കിയാൽ ബാലയ്യ ഭൂരിഭാഗവും കൊമേഴ്ഷ്യൽ പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പലരും കരുതിയിരിക്കുന്നത് ബാലയ്യക്ക് അഭിനയിക്കാനും അറിയില്ല എന്ന്. അഭിനയത്തിന്റെ കാര്യത്തിലും ബാലയ്യ എയറിലാവാറുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ടത് ബാലയ്യ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ശ്രീരാമരാജ്യം എന്ന സിനിമയിൽ ബാലയ്യ രാമനായി അഭിനയിച്ചു. വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. ബാലയ്യ തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ഇതുപോലെ NTRന്റെ ബയോപിക് സിനിമയായ NTR കഥാനായകുടു എന്ന സിനിമയിലും മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും ബാലയ്യക്ക് നല്ല ആക്ടിംഗ് സ്കില്ലുണ്ട്. പക്ഷെ ബാലയ്യ റെയറായി മാത്രമേ ഇങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. കൊമേഴ്ഷ്യൽ പടത്തിലും ജൂനിയർ NTR മികച്ചതായി അഭിനയിച്ചിട്ടുണ്ട്. ഇത് ബാലയ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ബാലയ്യ കാറിന് പോയപ്പോൾ ജൂനിയർ NTRന്റെ ഫ്ലെക്സ് കണ്ടു. ബാലയ്യ കാറിൽ നിന്ന് ഇറങ്ങി ഫ്ലെക്സ് മാറ്റിച്ചിട്ടുണ്ട്. സ്വന്തം ഫാമിലി ആണെങ്കിലും തന്നെക്കാൾ വളരുന്നത് ബാലയ്യക്ക് അത്ര ഇഷ്ടമല്ല. കോവിഡിന് ശേഷം ബാലയ്യ സിനിമകളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ബാലയ്യയുടെ മകളാണ്. ഇതുകൊണ്ട് നിലവിൽ വലിയൊരു മാറ്റമുണ്ട്. കൊമേഴ്ഷ്യൽ പടങ്ങളിലും മികച്ച സിനിമകൾ ബാലയ്യ ഇപ്പോൾ ചെയ്യുന്നു. അഖണ്ഡ എന്ന സിനിമ ഒരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. നോൺ ഗ്രാവിറ്റി ഫൈറ്റുകൾ ഈ സിനിമയിലുമുണ്ട്. എങ്കിലും BGM കൊണ്ടും മാസ് എലമെന്റ്സ് കൊണ്ടും കണ്ടിരിക്കാൻ കഴിയുന്ന ബെറ്റർ ആയ കൊമേഴ്ഷ്യൽ പടം. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ മികച്ച മറ്റൊരു പടമാണ് നിലവിൽ പുറത്തിറങ്ങിയ ഡാക്കു മഹാരാജ്. അടുത്ത കാലത്ത് ഇറങ്ങിയ മാസ് മസാല പടങ്ങളിൽ ഏറ്റവും മികച്ചത് നിലവിൽ ഈ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മികച്ച BGM ഉണ്ട്, മാസ് സീനുകളുണ്ട്. ഇതൊന്നുമല്ലാതെ മറ്റ് ബാലയ്യ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ കണ്ടന്റിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയിലെ ഫൈറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, തെലുങ്കന്മാർക്ക് ഇതില്ലാതെ പറ്റില്ല. എന്തായാലും നോൺ ഗ്രാവിറ്റി ഫൈറ്റ് വേണം. പക്ഷെ ഈ ഒരു സിനിമയിൽ മറ്റ് ബാലയ്യ സിനിമയെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഓവറല്ല. ഒരു നോർമൽ കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ട അത്രയും തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലന്റെ കാര്യം നോക്കിയാൽ നായകന്റെ അത്രയും തന്നെ വില്ലനും പ്രസൻസും ഒട്ടും പിന്നിലല്ല. മികച്ചൊരു വില്ലനാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ധൈര്യമായി കാണും. പുഷ്പ 2 വെച്ച് നോക്കുമ്പോൾ 100 ഇരട്ടി ബെറ്ററാണ്. ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും ട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ അത് സിനിമയിലെ ഈ ഒരു സോങ് മാത്രമാണ്. ഇതിന്റെ കൊറിയോഗ്രഫി അല്പം മോശമാണ്. പക്ഷേ ഈ ഒരു 4 മിനിറ്റ് പാട്ട് ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും കണ്ടിരിക്കാൻ പറ്റിയ മികച്ചൊരു മാസ് മസാല പടമാണ്.